ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈഡേഴ്സ് ടു ദ സീ എന്ന് പറഞ്ഞിട്ടുള്ള ജയം സിഞ്ചിൻ്റെ ഒരു വൺ ആക്ട് പ്ലേ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ജയം സിഞ്ച് എഴുതിയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വൺ ആക്ട് ട്രാജഡിയാണ് റൈഡേഴ്സ് ടു ദ സീ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഓദറെ കുറിച്ച് ജസ്റ്റ് നോക്കാം. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ആദ്യമായിട്ട് ഓദറെ കുറിച്ച് പറയുമ്പോൾ ജയം സിഞ്ച് ആക്ച്വലി ഒരു ഐറിഷ് റൈറ്ററാണ്. 1871 ജനിച്ച് 1909 വരെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം പറയുകയാണെന്നുണ്ടെങ്കിൽ എഡ്മണ്ട് ജോൺ മില്ലിംഗ്ടൺ സിഞ്ച് എന്നാണ് പൂർണ്ണമായിട്ടുള്ള പേര്. എഡ്മണ്ട് ജോൺ മില്ലിംഗ്ടൺ സിഞ്ച് 1871 ആണ് അദ്ദേഹം ജനിക്കുന്നത്. മാത്രമല്ല ഡബ്ലിനിൽ, അയർലൻഡിലാണ് അദ്ദേഹത്തിന് ജനനം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്കിലൊക്കെ നമുക്കൊരു ആ ഒരു ഐറിഷ് ഫോക്ലോറും ഐറിഷ് കൾച്ചറൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ടാവും. മാത്രമല്ല ഇദ്ദേഹം മരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1909 ഡബ്ലിൻ തന്നെ, അയർലൻഡിലാണ്. 37 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ പ്ലേ റൈറ്റ് ആയിരുന്നു, നാടകകൃത്തായിരുന്നു. മാത്രമല്ല കവിയാണ്, പിന്നെ ട്രാവൽ റൈറ്ററാണ്. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഫോക്ലോറിസ്റ്റ് കൂടിയാണ്. ട്രഡീഷണൽ ഐറിഷിനെ കുറിച്ച് ഒരുപാട് വർക്കുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറിഷ് ലിറ്റററി റിവൈവലാണ്. അതായത് സെൽറ്റിക് റിവൈവൽ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കാലഘട്ടമാണ് ഇദ്ദേഹത്തിൻ്റെ പീരീഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജയം സിഞ്ചിനെ കുറിച്ചൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് പറയാനുള്ളത്. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് W.B. ഈറ്റ്സ് ആണ്. നമ്മൾ ഐറിഷ് ലിറ്ററേച്ചർ കേൾക്കുമ്പോൾ തന്നെ W.B. ഈറ്റ്സിൻ്റെ പേര് ഓർമ്മ വരുന്നതായിരിക്കും. അപ്പോൾ W.B. ഈറ്റ്സ് ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. ഇദ്ദേഹം ആക്ച്വലി മ്യൂസീഷ്യനായിട്ടും അതുപോലെ ലിംഗ്വിസ്റ്റായിട്ടൊക്കെയാണ് വരുന്നത്. പിന്നെ അദ്ദേഹം ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെയാണ് W.B. ഈറ്റ്സിനെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ പാരീസിൽ വെച്ച് W.B. ഈറ്റ്സിനെ കണ്ടുമുട്ടിയിട്ട് അങ്ങനെ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, W.B. ഈറ്റ്സ് ആണ് അദ്ദേഹത്തിനോട് എന്ത് പറയുന്നത്, നിങ്ങൾ പിന്നെ ഇവിടെ ആരൻ ഐലൻഡിലേക്ക് പോകാനൊക്കെ പറയുന്നത്. അതായത് അയർലൻഡിലുള്ള ആരൻ ഐലൻഡ്സിലേക്ക് പോയിട്ട് അവിടെ സെറ്റിൽ ആവാനൊക്കെ പറയുന്നത് എന്താണ് പാരീസ് വിട്ടുകൊണ്ട് ആരൻ ഐലൻഡിലേക്ക് പോകാനും അവിടുത്തെ ആളുകളെക്കുറിച്ചും അവിടുത്തെ പീപ്പിൾസിന് അവരുടെ കൾച്ചറും ഫോക്ലോറൊക്കെ അവരുടെ എക്സ്പ്രഷൻസൊക്കെ എഴുതാനും വേണ്ടിയിട്ട് പറയുന്നത് ആരാണ്, നമ്മുടെ W.B. ഈറ്റ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഈ ജയം സിഞ്ച് നമ്മുടെ പിന്നെ റൈഡേഴ്സ് ടു സീ പോലെയുള്ള ട്രാജഡികളൊക്കെ എഴുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പ്ലേ ബോയ് ഓഫ് വെസ്റ്റ് വേൾഡ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. പിന്നെ ദ വെൽ ഓഫ് ദ സയൻസ് മറ്റൊരു വർക്കാണ് 1905 എഴുതപ്പെട്ടിട്ടുള്ള. മാത്രമല്ല ദ തിങ്കേഴ്സ് വെഡ്ഡിങ് മറ്റൊരു വർക്കാണ്. ദ ആരൻ ഐലൻഡാണ് നമ്മളെ ഈ ഒരു വർക്കിലും പിന്നെ ഒരു സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരൻ ഐലൻഡ് എന്ന് പറയുന്ന മറ്റൊരു വർക്കും അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. നമ്മളിനി നെക്സ്റ്റ് നേരെ ഡ്രാമയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ റൈഡേഴ്സ് ടു ദ സീൻ്റെ ഒരു ക്യാരക്ടർ വൈസ് ഒരു ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ കഥ നടക്കുന്നത്, ഈ ഒരു പ്ലേ നടക്കുന്നത് എവിടെയാണ്, ഒരു കോട്ടേജിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ആരൻ ഐലൻഡിലെ ഒരു കോട്ടേജിലാണ്, ഒരു പാവപ്പെട്ട ഒരു ഫാമിലി താമസിക്കുന്ന ഒരു കോട്ടേജിലാണ് ആക്ച്വലി ഈ ഒരു കഥയുടെ സെറ്റിംഗ് വെച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ, അവരുടെ ഒരു കൺവെർസേഷൻസ് കൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. കാതലീനും അതുപോലെ തന്നെ നോറ എന്നാണ് ഈ 2 കഥാപാത്രങ്ങളുടെ പേര്. കാതലീൻ ഒരു എൽഡർ ഡോക്ടറാണ്, ഒരു മൂത്ത മകളാണ് ഒരു അമ്മയുടെ. 20 വയസ്സ് മാത്രമേ ഉള്ളൂ. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, കമ്പോസ്ഡ് ആയിട്ടുള്ള, നല്ല ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വുമണാണ് കാതലീൻ എന്ന് പറയുന്നത്. അതേസമയം അവളുടെ ഒരു അനിയത്തിയുണ്ട്, നോറ എന്നാണ് അനിയത്തിൻ്റെ പേര്. നോറ യങ്ങർ ഡോക്ടറാണ് ഈ അമ്മയുടെ. മാത്രമല്ല വളരെ ഇന്നസെൻ്റ് ആണ്, ഇമോഷണലാണ്, ഭയങ്കര എല്ലാ കാര്യങ്ങളിലും ഇമോഷണലാവുന്ന, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള, വളരെ പിന്നെന്താ പറയുക, ഒരു എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് ഇമോഷണലാവുന്ന അങ്ങനെയുള്ളൊരു വ്യക്തിത്വമാണ് നോറയുടേത്. അപ്പോൾ ഈ 2 സിസ്റ്റേഴ്സിൻ്റെ കൺവെർസേഷനിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഇവർ തമ്മിലൊരു സംഭാഷണം നടക്കുകയാണ്. ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഒരു ബണ്ടിൽ, നോറയ്ക്ക് ഒരു ബണ്ടിൽ കിട്ടുന്നുണ്ട്. ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രത്തിൻ്റെ ഒരു കെട്ട് ഒരു പ്രീസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഒരു ഐലൻഡിലാവുമ്പോൾ അവിടെ ചർച്ചൊക്കെ നോക്കി നടത്തുന്ന പ്രീസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പ്രീസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് കൊടുന്ന് കൊടുക്കുകയാണ് നോറയുടെ കയ്യിൽ. അങ്ങനെ നോറ അതുമായിട്ട് കാതലിൻ്റെ അടുത്ത് വരികയാണ്. കാതലിൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, മൂന്നാമത്തെ ഒരു കഥാപാത്രം മൗര്യ എന്നാണ് ഈ കഥാപാത്രത്തിൻ്റെ പേര്. മൗര്യയാണ് ഇവരുടെ അമ്മ. മൗര്യ ആക്ച്വലി എന്താണ്, ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു ആർക്കിടൈപ്പിൽ ഒരു ദുഃഖിക്കുന്ന ഒരു ഐറിഷ് അമ്മയുടെ ചിത്രമായിട്ടാണ് മൗര്യ കടന്നു വരുന്നത്. അപ്പോൾ മൗര്യനെ കുറിച്ച് പറയുമ്പോൾ മൗര്യക്ക് ഒരുപാട് മക്കളുണ്ടായിരുന്നു. മക്കളും അവരുടെ ഹസ്ബൻഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് ഇവരെന്ന് പറഞ്ഞാൽ. അപ്പോൾ കടലിൽ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. കടലിലേക്കുള്ള യാത്രയിലും പിന്നെ ഒരുപാട് ദൂരം കപ്പലിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ അങ്ങനെ പല രീതിയിൽ ഇവർ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ദുഃഖിക്കുന്ന ഒരു മാതാവാണ് മൗര്യ എന്ന് പറയുന്നത്. മാത്രമല്ല ഇവരെന്താണ് പിന്നെ ഒരുപാട് ഫാമിലിയിൽ ഒരുപാട് മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും അങ്ങനെ വയസ്സായിട്ടുള്ള ഒരു എൽഡർലി വുമണാണ് മൗര്യ എന്ന് പറയുന്നത്. അപ്പോൾ മൗര്യ എന്ത് ചെയ്യാണ്, ഇവരുടെ ഒരു സംഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ നോറയും കാതലും എന്തിനാണ് സംസാരിക്കുന്നത്, അവർക്കൊരു ബണ്ടിൽ ഓഫ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർ എന്ത് ചെയ്യാണ്, പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവരുടെ ഒരു ജ്യേഷ്ഠനുണ്ട്, ആ ജ്യേഷ്ഠൻ്റെ പേരാണ് മൈക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മൈക്കലിൻ്റെ ഡ്രസ്സാണോ എന്നുള്ള ഒരു സംഭാഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മൈക്കൽ ഒരുപാട് ദിവസം മുമ്പേ കടലിൽ പോയതാണ്. ഒരു വിവരവും മൈക്കലിനെ കുറിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഇത് മൈക്കലിൻ്റെ ഡ്രസ്സാണോ എന്നുള്ളൊരു ഒരു സംഭാഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, മൗര്യ അവിടേക്ക് കടന്നു വരുന്നത്. ഓക്കെ, മൗര്യ ഒരുപാട് ദുഃഖത്തിലാണ്. കാരണം ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്സായിട്ടുണ്ടെന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ച്വലി സ്റ്റാർട്ടിങ് ഈ ഒരു സംഭാഷണത്തിനാണ് വരുന്നത്. പിന്നെ മൗര്യ എന്ത് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നുണ്ട് അവിടേക്ക്. അങ്ങനെ മൗര്യ വളരെ ദുഃഖിതയാണ്. കാരണം എന്താണ്, അവർക്ക് ഒരുപാട് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈവൻ മൈക്കൽ ഇപ്പോൾ മിസ്സിംഗ് ആയിട്ട് ഒരുപാട് ദിവസമായി കടലിൽ പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടില്ല. ഇനി അതേസമയം തന്നെ മറ്റൊരു മകൻ നമുക്ക് നോക്കാം, ഇവിടെ മറ്റൊരു ക്യാരക്ടർ കടന്നു വരുന്നുണ്ട്. ഈ മറ്റൊരു മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർട്ട്ലി, ഇവരുടെ ചെറിയ അനിയനാണ് ബാർട്ട്ലി ഇപ്പോൾ കടലിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ബാർട്ട്ലി വളരെ യങ്ങർ ഏജിലാണുള്ളത്. ഈ മൈക്കലിൻ്റെ അനിയനാണ്. ഈ ബാർട്ട്ലി ഇപ്പോൾ എന്ത് ചെയ്യാണ്, കടലിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാർട്ട്ലിയുടെ കാര്യത്തിൽ വളരെ ആങ്ഷ്യസ് ആയിട്ട്, വളരെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആര്, മൗര്യ. കാരണം അവന് കൂടി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് സർവൈവിങ് സണ്ണാണ്, അവസാനത്തെ ജീവിക്കുന്ന മകനാണ്. അവനും കൂടി പോയി കഴിഞ്ഞാൽ വേറെ ആരും, ആണുങ്ങളായിട്ട് വേറെ ആരും ഇല്ല, മൗര്യക്ക് ഇല്ല, മക്കളായിട്ട് ആരുമില്ല. അപ്പോൾ ഇവരെ ഏത് നിലക്കും മൗര്യ എന്ത് ചെയ്യണം, അവനെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വളരെ ഡേഞ്ചറസ് ആണ്, കടലിൽ പോകരുത്. കാരണം ഒരുപാട് പേര്, ആരൊക്കെ ഇവിടെ ഞാൻ പേര് അടി കൊടുത്തിട്ടുണ്ട്. കാതലിൻ്റെ മൗര്യയുടെ മക്കളാണ് ഇവിടെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാതലിൻ, നോറ, ബാർട്ട്ലി ഇവരിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ കൂടാതെ, ഈ ജീവിക്കുന്നവരുടെ കൂടാതെ പിന്നെ ഷോൺ, അതുപോലെ ഷിമസ്, സ്റ്റീഫൻ, പാച്ച്, അതുപോലെ മൈക്കൽ, ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ, ഈ ആൺമക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈവൻ മൗര്യയുടെ ഹസ്ബൻഡ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കടലിൽ പോയിട്ട് അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബാർട്ട്ലി എന്ത് ചെയ്യാണ്, ഇവർ പിന്മാറാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും കടലിൽ പോകരുത്, കടലിൽ പോകുന്നതിന് തടഞ്ഞു നിർത്തണം എന്നുള്ള നിലക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൗര്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൗര്യ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലെസ്സിങ്സ് ഒന്നും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ആക്ച്വലി ഐറിഷ് ട്രഡീഷനാണ് കടലിൽ പോകുന്ന ആർക്ക് എന്ത് ചെയ്യണം, അമ്മ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കണം. മാത്രമല്ല പിന്നെ മക്കൾ, അവർക്ക് സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ബ്രെഡും അതുപോലെ തന്നെ ബണ്ണൊക്കെ പോയിട്ട് അതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ബ്ലെസ്സിങ്സ് കൊടുക്കണം. അങ്ങനെയാണ് കടലിലേക്ക് പോകുക. അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ ഇവർ റെഫ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ബാർട്ട്ലി കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ ആരും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. മാത്രമല്ല മിഷേലിൻ്റെതാണ് എന്ന് തോന്നുന്ന ഒരു ഡ്രസ്സ് ബണ്ടിൽ ഇവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സിസ്റ്റേഴ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവർ അമ്മയോട് സംസാരിക്കുന്നില്ല. കാരണം അമ്മയോട് സംസാരിച്ച് നമുക്ക് വീണ്ടും ടെൻഷനാവും എന്നുള്ള കാര്യത്താലാണ് അവരെന്ത് ചെയ്യുന്നത്, സംസാരിക്കാതിരിക്കുന്നത്. അങ്ങനെ എന്തായാലും അവസാനം ബാർട്ട്ലി മെയിൻലാൻഡിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ബാർട്ട്ലി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് മെയിൻലാൻഡിലേക്ക് പോയേ തീരൂ. കാരണം ഫാമിലിനെ നോക്കണം, അങ്ങനെയുള്ള പ്രതീക്ഷകൾ വെച്ചിട്ടാണ് മെയിൻലാൻഡിലേക്ക് പോകാൻ നിൽക്കുന്നത്. മാത്രമല്ല ബാർട്ട്ലി എന്ത് ചെയ്യാണ്, മെയിൻലാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് പോണീസ്, ഹോഴ്സസുമായിട്ടാണ് പോകുന്നത്. കുതിരകളുണ്ട്, കുതിരകൾ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് മെയിൻലാൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ കപ്പലിൽ ഏറിയിട്ട് പോകണം. അങ്ങനെ ഒരുപാട് മുമ്പ് പോയ ആളുകളൊക്കെയാണ്, കടലിൻ്റെ അവസ്ഥ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ബാർട്ട്ലി പോകാൻ റെഡിയാവാണ്. അപ്പോൾ ബാർട്ട്ലി പോകുന്നതിന് മുമ്പായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബ്ലെസ്സിങ്സ് ഒക്കെ തേടാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവരത് ബ്ലെസ്സിങ്സ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ എന്തായാലും ബാർട്ട്ലി എന്ത് ചെയ്യാണ്, അവസാനം കപ്പലിൽ ഏറിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഈ സമയത്ത് മൗര്യ എന്ത് ചെയ്യുന്നുണ്ട്, മൗര്യ ഒരു സ്വപ്നം കാണുന്നുണ്ട്. മൗര്യ ആക്ച്വലി ഒരു വിഷൻ, മൗര്യക്ക് ഒരു സ്വപ്നം വരുന്നുണ്ട്, ഒരു വിഷൻ വരുന്നുണ്ട്. അതിലെന്താണ്, അവർ ബാർട്ട്ലി കാണുകയാണ്. ബാർട്ട്ലി എന്താണ് ചെയ്യുന്നത്, ബാർട്ട്ലി നമ്മൾ നോക്കുമ്പോൾ ബാർട്ട്ലിനെ ഏതൊരവസ്ഥയിലാണ് കാണുന്നത്, ബാർട്ട്ലി ആക്ച്വലി എന്താണ്, ബാർട്ട്ലിയുടെ ഒരു പോണിയുടെ പുറത്ത് കയറിയിട്ട് ബാർട്ട്ലി പോകുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പോൾ ഈ ബാർട്ട്ലി എന്താണ്, ആക്ച്വലി ബാർട്ട്ലിയുടെ പിറകെ മൈക്കലും കടന്നു വരുന്നുണ്ട്. ബാർട്ട്ലി ഇങ്ങനെ മുന്നിൽ പോകുന്നുണ്ട്, ബാർട്ട്ലിയുടെ പിറകെ മൈക്കലും കടന്നു വരുന്നുണ്ട്. ഈ മൈക്കൽ ആ സമയം എന്താണ്, മൈക്കൽ ഓൾറെഡി മിസ്സിംഗ് ആണ് ഇവിടെ. പക്ഷേ മൈക്കൽ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് ബാർട്ട്ലിയുടെ പിന്നാലെ പോകുന്നതായിട്ടുള്ള ഒരു വിഷൻ എന്ത് ചെയ്യാണ്, നമ്മുടെ മൗര്യ കാണുകയാണ്. അപ്പോൾ ഈ ഒരു വിഷൻ കാണുമ്പോൾ ഇവർക്ക് വളരെയധികം ടെൻഷൻ ആവുകയാണ്. കാരണം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അങ്ങനെ കാരണം ഓൾറെഡി ഇവർ മൈക്കലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ സമയത്താണ് ബാർട്ട്ലി എന്ത് ചെയ്യുന്നത്, കടലിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് കടലിലേക്ക് പോകുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ, പെട്ടെന്ന് തന്നെ ഇവിടെ ആര് കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ന്യൂസ് വരുന്നത്. ബാർട്ട്ലി എന്ത് ചെയ്തിട്ടുണ്ട്, കപ്പലിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ വീണിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത മൗര്യയെ തേടിയെത്താണ്. അപ്പോൾ മൗര്യക്ക് മനസ്സിലാവാണ് തൻ്റെ ആ ഒരു വിഷൻ, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു വിഷൻ ഇപ്പോൾ എന്തായിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടുണ്ട്. അതെന്തായിരുന്നു, മിഷേൽ പിന്നാലെ, ബാർട്ട്ലിയുടെ പിന്നാലെ പോകുന്ന ആ ഒരു വിഷൻ എന്തായിരുന്നു, ആക്ച്വലി ബാർട്ട്ലിയുടെ മരണം തന്നെ ആയിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബാർട്ട്ലി കടലിൽ വീണുകൊണ്ട് എന്ത് ചെയ്യണം, മരിക്കുകയാണ്. അപ്പോൾ മിഷേൽ ഓൾറെഡി മരിച്ചിട്ടുണ്ട്. അപ്പോൾ കാതലിനും നോറയും മൗര്യയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ആ ഡ്രസ്സിൻ്റെ ബണ്ടിൽ അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് മിഷേൽ ഓൾറെഡി ഡെത്ത് ആയിട്ടുണ്ട്. കാരണം പ്രീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഡ്രസ്സ് നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മക്കളും മരിച്ചിട്ടുണ്ട്. അപ്പോൾ മൗര്യ എന്ത് ചെയ്യണം, അപ്പോൾ മൗര്യക്ക് മനസ്സിലാവാണ് ഒറ്റ മക്കളും ഹസ്ബൻഡും എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ആൺമക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവാണ്. അങ്ങനെ അവസാനം അവരുടെ ഒരു വേർഡ് വരുന്നുണ്ട്, ദേ ആർ ആൾ ഗോൺ നൗ ആൻഡ് ദർ ഈസ് ഇൻ എനിത്തിങ് മോർ ദ സീ ക്യാൻ
ഡു ടു മീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ലാസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിൽ കാണാൻ പറ്റുന്നത്. ഇതിന് ശേഷം ഇതിൽ പ്രധാനമായിട്ടും പിന്നെ വരുന്ന തീംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. തീംസും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ഒരു മെയിൻ തീമായിട്ട് വരുന്നുണ്ട്. കാരണം എല്ലാ മക്കളും മരിച്ചു പോയിട്ടുണ്ടല്ലോ. പിന്നെ ഡെത്തും ഫെയ്റ്റും. കാരണം അമ്മ എന്ത് ചെയ്യാണ്, തൻ്റെ ഈ ഒരു ഫെയ്റ്റിനെ കുറിച്ചാണ് അവസാനം ഈവൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്നത്. ഇപ്പോൾ ഫാഗൻ ഫെറ്റലിസം എന്നുള്ളത് ക്രിസ്ത്യൻ റിസർവേഷൻ്റെ മേലെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം കടൽ എന്ത് ചെയ്യാണ്, കടൽ ഓരോ മക്കളെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഓരോ മൗര്യ ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും കടൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ അവരെന്ത് ചെയ്യാണ്, നാച്ചുറിൻ്റെ ഈ ഒരു ഫെയ്ത്തിനെ കുറിച്ചാണ് അവരെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാരണത്താലാണ് അത് ഉണ്ടായതെന്നുള്ള ഒരു വിശ്വാസത്തിലിരിക്കുകയാണ്. മാത്രമല്ല സി ഒരു വലിയ സിമ്പലാണ് ഇവിടെ. കാരണം സി എന്നുള്ളത് എന്താണ്, ഒരു ഗിവർ ആൻഡ് ടേക്കറാണ്. കാരണം സി ആണ് അവർക്ക് എല്ലാ ഭക്ഷണവും മീനും ഒക്കെ എല്ലാം കൊടുക്കുന്നത് സി ആണ്. പക്ഷേ അതേസമയം സി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ജീവൻ കവർന്നെടുക്കുന്നതായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ മാത്രമല്ല സി ഇതിലൊരു ക്യാരക്ടറായിട്ടാണ് കടന്നു വരുന്നത്. എപ്പോഴും എല്ലാ സമയത്തും സി കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ മദർഹുഡ് ലോസ് നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, മൗര്യ ഒരുപാട് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവർട്ടി ആൻഡ് സർവൈവൽ അല്ലേ. ഇവിടെ ബാർക്ലി എന്തുകൊണ്ടാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ പോകാൻ വേണ്ടി തയ്യാറാവുന്നത്, കാരണം കുതിരകളെ വിൽക്കണം. മാത്രമല്ല എക്കോണമിക് നീഡ് ഉണ്ട്, ഭയങ്കര പിന്നെ എക്സിസ്റ്റൻഷ്യൽ അല്ലേ ഡ്രെഡ് അവിടെ അവർ മുന്നിൽ കടന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കാനും ഫാമിലി നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സെൻറ്റിമെൻറ്റാലിറ്റി എന്നുള്ളത് ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല ഡ്യൂട്ടി കംസ് ഫസ്റ്റ് എന്നാണ് ഓൾവേസ് നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട തീമുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജെയിംസ് ഇഞ്ചിൻ്റെ ഈ ഒരു ഐറിഷ് 1 ആക്ട് ട്രാജഡിയിൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.